അപ്പോൾ നമ്മൾ നേപ്പാളിൻ്റെ തലസ്ഥാനമായിട്ടുള്ള കാഠ്മണ്ഡുവിൽ നിന്ന് ഇറങ്ങുകയാണ്. 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കാകെ പോകാൻ കഴിഞ്ഞത് സ്വയംഭൂനാഥ് എന്നുള്ള ബുദ്ധ സ്തൂപത്തിൻ്റെയും അതുപോലുള്ള അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള കാഴ്ചകൾ മാത്രമാണ് നേപ്പാളിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഒരിക്കൽ കൂടി ഇങ്ങോട്ട് തിരിച്ച് വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. സാധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഭാഗത്തേക്ക്, അത് നേപ്പാൾ മാത്രമല്ല ഭൂട്ടാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി വരണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഭൂട്ടാൻ ഇത്തവണ നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. മെറ്റിൽഡ ഇവിടെ ഇല്ല, ആള് രാവിലെ ഓഫീസിലേക്ക് പോയി. ഇപ്പോൾ സമയം ഏതാണ്ട് 2:30 മണിയായിട്ടുണ്ട്. രാവിലെ ഓഫീസിലേക്ക് പോയി മെറ്റിൽഡ. അപ്പോൾ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് യാത്ര പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഇനി പോകുന്നത് ബിർഗുഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. ഏതാണ്ട് ഒരു 4-5 മണിക്കൂർ യാത്ര എന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. പക്ഷെ അത്രയും സമയം കൊണ്ട് എത്താൻ കഴിയില്ല. കാരണം ബസ് കുറേ സമയം സ്ഥലങ്ങളിൽ നിർത്തിയിട്ടും ഒക്കെ ആയിട്ടേ പോവുള്ളൂ. പിന്നെ ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം സമയം എടുക്കാൻ സാധ്യതയുണ്ട്. 2-3 മണിക്കൂർ കൂടെ അധികം എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈവനിങ്ങിൽ ഏതെങ്കിലും ബസ് കിട്ടുമോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഈവനിങ്ങിൽ ബസ് കിട്ടുവാണെങ്കിൽ രാവിലെ ഈ ബിർഗുഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്തിന് ഇന്ത്യയിൽ പറയുന്ന സ്ഥലം പേര്, അതായത് ബീഹാറിൻ്റെ ബോർഡറിലാണ്. നമുക്കവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പേര് റെക്സോൾ എന്നുള്ളതാണ്. റെക്സോളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് രാവിലെ 8:30 ഒരു ട്രെയിനുണ്ട്. അത് കിട്ടുമെന്ന് നോക്കണം. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഗോരഖ്പൂരിലേക്കോ അല്ലെങ്കിൽ ലക്നൌവിലേക്കോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോയതിനു ശേഷം അവിടുന്ന് ഒരു ദിവസം താമസിക്കുകയോ അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാതെ നേരിട്ട് ഡൽഹിയിലേക്ക് പോവുകയോ ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡൽഹിയിലേക്ക് ഇവിടുന്ന് നേരിട്ട് ബസ്സിന് പോകണം എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അതിൻ്റെ ചാർജ് ഞാൻ ഓൺലൈനിൽ ചെക്ക് ചെയ്ത സമയത്ത്, അത് ഏജൻസികൾ വഴിയാണോ അറിയില്ല, ഓൺലൈൻ ചെക്ക് ചെയ്ത സമയത്ത് 3800 രൂപ മുതൽ 4000 വരെയുള്ള ചാർജുകളൊക്കെയാണ് കാണിക്കുന്നത്. കുറച്ച് അധികമായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ബിർഗുഞ്ച് വരെയുള്ള റേറ്റ് ഓൺലൈനിൽ ഞാൻ കണ്ടത് $10, അതായത് 700 രൂപേൻ്റെ അടുത്ത് ഏതാണ്ട് അത്രേ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ നമ്മൾ ബിർഗുഞ്ചിലെ ബോർഡറിലേക്കുള്ള കാഴ്ചകളാണ്. Turn right to stay on Pak or Sandik. നേപ്പാളിലെ യാത്ര അവസാനിപ്പിച്ചിട്ട് ഇന്ന് ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ഏകാന്തഗുണയിലുള്ള എൻ്റെ താമസ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ രത്ന പാർക്ക് എന്ന് പറഞ്ഞുള്ള സ്ഥലമുണ്ട്. മെയിൻ ബസ് സ്റ്റേഷനൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കാഠ്മണ്ഡുവിലെ. അപ്പോൾ അവിടെ വന്നതിന് ശേഷം അവിടെ അന്വേഷിച്ചപ്പോൾ കോളങ്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയാലാണ് നമുക്ക് ബോർഡറിലേക്കുള്ള ബസ് കിട്ടുകയുള്ളൂ. ഞാനവിടെ ചെന്നപ്പോൾ എനിക്ക് ബസ് ഞാൻ ബുക്ക് ചെയ്തു. അവിടെ ചെന്നിട്ട് 700 നേപ്പാളി റുപ്പീസാണ് അതിന് ചിലവ് വരുന്നത്. അങ്ങോട്ടേക്ക് പിന്നെ ബോർഡറിലേക്ക്, റെക്സോൾ ബോർഡറിലേക്കാണ് പോകുന്നത്. റെക്സോൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്ഥലത്തിൻ്റെ പേരാണ്. നേരെ കുറിച്ച് നേപ്പാളി ബോർഡറിന് മറ്റൊരു പേരാണുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്.
അതിന് പോകാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ 4 മണിക്കാണ് ഞാൻ അവിടെ എത്തിയത്. ഞാൻ റൂമിൽ നിന്ന് ഏകദേശം ഒരു 2.5 മണിക്ക് ഇറങ്ങിയതിന് ശേഷം 4 മണിക്കാണ് ഞാൻ ഇവിടെ എത്തിയത്, അതായത് കൊളംഗിയിലെത്തിയത്. അവിടെ നമ്മൾ ബസ്സിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം 8 മണിക്കാണ് ബസ്. അപ്പോൾ 4 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം, അതായത് കാഠ്മണ്ഡുവിൽ വന്നിട്ട് കാണാൻ ബാക്കിയുണ്ടായിരുന്ന സ്ഥലമാണ് ദർബാർ സ്ക്വയർ. അതായത് ഏകാന്തഗുണയിൽ ഒരു ദർബാർ സ്ക്വയർ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ കാഠ്മണ്ഡുവിൽ രത്ന പാർക്കിനടുത്ത് ഒരു ദർബാർ സ്ക്വയർ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക്, അതായത് കൊലങ്കിയിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും അടുത്തുള്ളത് ഇവിടെയാണ്, അതായത് രത്ന പാർക്കിനടുത്തുള്ള ദർബാർ സ്ക്വയറാണ് കൊലങ്കിയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ദർബാർ സ്ക്വയർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ ആളുകളൊക്കെ അങ്ങനെ ഹാങ് ഔട്ട് ചെയ്യാൻ ചുമ്മാ ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു സ്ഥലമാണ്. അത്യാവശ്യം ഈവനിങ്ങുകളിൽ ആളുകൾ ഇവിടെ നല്ല തിരക്കുണ്ടാവും, അത്യാവശ്യം തിരക്കുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്, 5:30 മണിയോട് അടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം സമയം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്യും. ശേഷം ഇവിടുത്തെ കാഴ്ചകൾ കൂടി കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നമുക്ക് ആണെങ്കിൽ 4 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ ഏതാണ്ട് ഒരു അരമണിക്കൂർ സമയം ഞാൻ ഇവിടെ ചിലവഴിക്കും. അതിനുശേഷം തിരിച്ച് കോലങ്കിയിലേക്ക് തന്നെ പോകും. അവിടെ എത്തിയതിന് ശേഷം നമുക്ക് പിന്നെ ബസ് 8 മണിക്കാണ്. അപ്പോൾ നമുക്ക് നേരെ അത് കഴിഞ്ഞ് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. അതിനുശേഷം നേരെ പിന്നെ നമ്മൾ പോകുന്നത് ബോർഡറിലേക്കാണ്, അതായത് ബീഹാറിനടുത്തുള്ള റെക്സോൾ ബോർഡറിനടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയതിന് ശേഷം 8 മണിക്ക് ബസ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴാണ് അവിടെ എത്തുകയെന്ന് അറിയില്ല കൃത്യമായിട്ട്. മോർണിംഗ് എന്തായാലും നമുക്ക് 8:30 അവിടുന്ന് റെക്സോളിൽ നിന്ന് നമുക്കൊരു ട്രെയിനുണ്ട് ഡൽഹിയിലേക്ക്. അത് കിട്ടുമെന്ന് അറിയില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റേ ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് നീങ്ങിയതിന് ശേഷം അവിടുന്ന് ഡൽഹിയിലേക്കുള്ള ട്രെയിൻ പിടിക്കാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിച്ച് നോക്കണം. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ കാണാം. അതിനുശേഷം നമുക്ക് തിരിച്ച് കോലങ്കിലേക്ക് പോകാം. ഇവിടുന്ന് ദർബാർ സ്ക്വയറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ നമ്മൾ രത്ന പാർക്കിലുള്ള ബസ് സ്റ്റേഷനിലേക്ക് പോകും. ബസ് സ്റ്റേഷനിലേക്ക് പോയതിന് ശേഷം അവിടുന്ന് നമ്മൾ നേരെ കൊലങ്കിയിലേക്ക് പോകും. അവിടെ ഒരു 1 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ നേരെ ബിർഗുഞ്ച് ബോർഡറിലേക്കാണ് പോകുന്നത്. അവിടുന്ന് നമുക്ക് റെക്സോളിലേക്കുള്ള വണ്ടി കിട്ടും. റെക്സോളിൽ പോയതിന് ശേഷം പിന്നെ നേരെ നമ്മൾ അവിടുന്ന് ഡൽഹിയിലേക്കുള്ള ട്രെയിൻ കിട്ടുമെന്നുള്ളത് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും മാർഗ്ഗം ഉപയോഗിച്ച് നമുക്ക് ഡൽഹിയിലേക്ക് എത്താനുള്ള മാർഗം അന്വേഷിക്കണം. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ രത്ന പാർക്കിലുള്ള ബസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ മണി ചേഞ്ചർ ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ നിൽക്കണം. അപ്പോൾ എന്തായാലും ഇനി അധികം നേപ്പാളി രൂപ നമ്മൾ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ചേഞ്ച് നോക്കട്ടെ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ നമ്മളവിടെ ചോദിച്ചു നോക്കി മണി ചേഞ്ച് ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നുള്ളത്. എൻ്റെ കയ്യിൽ ഇനി ബാലൻസ് ഉണ്ടായിരുന്ന 1100 നേപ്പാളി രൂപയും കൂടിയാണ്, പിന്നെ ചെറിയ ചില്ലറയും കൂടെ ഉണ്ട് പിന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ ഇന്ത്യൻ മണി എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേറെയുള്ള മണികളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇന്ത്യൻ മണി ചേഞ്ച് ചെയ്യാനുള്ള മാർഗം അവിടെ ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ബോർഡറിൽ പോയി കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നോക്കട്ടെ, എന്തായാലും അങ്ങോട്ടേക്ക് നമുക്ക് പോയി നോക്കാം. അവിടുന്ന് ബോർഡറിൽ ഇറങ്ങിയതിന് ശേഷം റെക്സോളിലോ അല്ലെങ്കിൽ ബിർഗുഞ്ചിലോ പോയതിന് ശേഷം നമുക്ക് അവിടുന്ന് ഇത് മാറ്റിയെടുക്കാൻ കഴിയുമോ എന്നുള്ളത് നോക്കാം. നമ്മൾ വീണ്ടും കോലങ്കിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 7 മണി കഴിഞ്ഞ സമയം 8 മണിക്കാണ് നമ്മുടെ ബസ് ഉള്ളത്, ബിർഗുഞ്ചിലേക്കുള്ള ബസ് ഇവിടുന്ന്. അപ്പോൾ നല്ല മഴയാണ് പുറത്ത്. ഇവിടെ ഒരു സൈഡ് ഭാഗം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സൈഡിലിങ്ങനെ ഒതുങ്ങി കൂടി നിൽക്കുകയാണ്. ബസ്സിൽ കയറുന്ന സമയത്ത് എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല, മഴയുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്തായാലും നോക്കാം, നമുക്കൊരു 1 മണിക്കൂർ സമയം കൂടി ഉണ്ട്. ആ സമയം വരെ മഴ നനയാതെ എവിടെയെങ്കിലും നിൽക്കണം, അതാണ് വലിയ പ്രശ്നം. നേപ്പാളിൻ്റെ തലസ്ഥാനമായിട്ടുള്ള കാഠ്മണ്ഡുവിലെ ദർബാർ സ്ക്വയറും അതിന് ചുറ്റിലുമുള്ള വിശേഷങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. നേപ്പാളിൽ പ്രധാനമായിട്ടും, അതായത് കാഠ്മണ്ഡു താഴ്വരയിൽ പ്രധാനമായിട്ടും 3 ദർബാർ സ്ക്വയറുകളാണ് ഉള്ളത്. ഒന്ന് കാഠ്മണ്ഡുവിലുള്ളത്, മറ്റൊന്നുള്ളത് പട്ടാൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്, അതായത് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്ന ഏകാന്തഗുണ എന്ന് പറഞ്ഞ സ്ഥലത്തോട് ചേർന്നിട്ടുള്ള പട്ടാൻ എന്നുള്ള സ്ഥലത്താണ് മറ്റൊന്നുള്ളത്. അതുപോലെ തന്നെ പിന്നീടുള്ളത് ഭക്തപൂർ എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ്. ഈ 3 ദർബാർ സ്ക്വയറുകളും അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ 3 തന്നെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുടെ ഗണത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ദർബാർ സ്ഥലങ്ങളാണ്. മാത്രമല്ല ഇത് 2015 ഉണ്ടായിട്ടില്ല, 2015 ഏപ്രിൽ മാസത്തിൽ ഉണ്ടായിട്ടുള്ള ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ബിൽഡിങ്ങുകളിൽ ചില നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഉള്ള ദർബാർ സ്ക്വയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ. നമ്മൾ നേപ്പാളിലെ തന്നെ അവസാനത്തെ വീഡിയോ ആണ്. നമ്മൾ അടുത്ത വീഡിയോ മുതൽ നമ്മൾ നേപ്പാളിലെ, അതായത് ബീഹാർ ബോർഡർ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് നമ്മൾ അടുത്ത വീഡിയോ മുതൽ കാണിക്കാൻ പോകുന്നത്. കാരണം രാത്രിയിലാണ്, 8 മണിക്ക് ശേഷമാണ് നമ്മൾ ബോർഡറിലേക്ക് യാത്ര ചെയ്തിരുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് രാത്രിയിലെ കാഴ്ചകൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോ മുതൽ നമ്മൾ ബീഹാറിൽ എത്തിയതിനു ശേഷമുള്ള കാഴ്ചകളായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും. കൂടാതെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മാത്രമല്ല നമുക്ക് ഈ ചാനലിലെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ റിയാസ് ആമി അബ്ദുള്ള എന്നുള്ള പേരിൽ നമുക്ക് അക്കൗണ്ടുകളുണ്ട്. ഈ അക്കൗണ്ടുകളിൽ നമുക്ക് അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നമുക്ക് ആ പേജ് ലൈക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് ഈ പറഞ്ഞ പേജിലും ഇൻസ്റ്റാഗ്രാമിലെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ദിസ് ഈസ് റിയാസ് ആമി അബ്ദുള്ള സൈനിങ് ഓഫ്.